Hi guys, welcome back to our new video. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് എന്ത് വീഡിയോ ആണ്. ഓണം മേക്കപ്പ് ലുക്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി, അത് കുഴപ്പമില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാമല്ലേ. നമുക്ക് ഒട്ടും ലാഗടിപ്പിക്കാം, നമുക്ക് നേരെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ എൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു മേക്കപ്പും ഇല്ല, നോർമൽ ലുക്കിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫേസ് വാഷ് ആണ്. ഫേസ് വാഷ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പാൽമൊലീവിൻ്റെ ജസ്റ്റ് ഒരു ഹൈഡ്രേറ്റിംഗ് ഫേസ് വാഷ് വെച്ചിട്ട് നമുക്കൊന്ന് ഫേസ് ഒന്ന്. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാനിപ്പോൾ മുഖം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഒരു മോയ്സ്ചറൈസർ മുഖത്തിടുക. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ലിപ് ബാം അടുത്ത പേഴ്സൺസ് ഞാൻ കുറച്ച് ലിപ് ബാം സാധാരണ ഏതൊരു ലിപ് ബാം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ഡ്രൈ സ്കിന്നാണ്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ കണ്ണ് നന്നായിട്ട് എഴുതുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്. എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് തോന്നണമെങ്കിൽ ഞാൻ ചെയ്യുന്ന മേക്കപ്പ് അതിപ്പോൾ എന്തൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് കണ്ണ് നന്നായിട്ട് എഴുതണം. അതെൻ്റെ ഒരു കോൺഫിഡൻറ്റ് തോന്നുന്നൊരു കണ്ണ് നന്നായിട്ട് എഴുതുമ്പോഴാണ്. സോ എനിക്ക് ഏറ്റവും കൂടുതൽ വിങ് ഇട്ടിട്ട് കണ്ണെഴുതാണ്, വിങ്സ് ഇട്ട് എഴുതുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇന്നും ഈ ഒരു ഓണത്തിൻ്റെ ഒരു മേക്കപ്പ് ലുക്കിൽ ഞാനിതുകൊണ്ട് വിങ് ഇട്ടിട്ട് തന്നെയാണ് കണ്ണെഴുതുന്നത്. സോ നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ ചെയ്യുന്നത് ഒരു BB ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു BB ക്രീം, ഏതൊരു ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു ക്രീം യൂസ് ചെയ്താൽ മതിയായിരിക്കും. BB ക്രീം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിന് ശേഷം ഞാൻ ചെയ്യുന്നത് ലിപ്സ്റ്റിക് ആണ് ഇടാൻ ലിപ്സ്റ്റിക് അല്ല, ഐബ്രോ കുറച്ച് ഇച്ചിരി ഷേപ്പ്ലെസ് ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ഞാൻ ഐബ്രോ ഒക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് ലിപ് ലൈനറാണ്. എന്നുള്ളൊരു ലിപ്സ്റ്റിക് എനിക്കുണ്ട്. സോ ആ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എൻ്റെ കൂടെ ഇതിൻ്റെ മേളിലായിട്ട് ഇടുന്നത്. എൻ്റെ സ്റ്റൈലാണ് ഞാനിപ്പോൾ ചെയ്യുന്ന മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ലാസ്റ്റ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈകൊണ്ട് തന്നെയാണ് ഞാൻ തൊട്ടിട്ടിടുന്നത്. ഇതല്ല ബുള്ളറ്റ് എന്തായാലും ഇതേ ഒരു അത്യാവശ്യം ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എൻ്റെ മേളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിപ് ബാം നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓയിലി ടച്ച് ഉണ്ട്. കാരണം ഇതൊക്കെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഓയിലി കാണുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു ടിഷ്യൂ വെച്ച് നമുക്ക് തുടച്ചു കളയാം. നമുക്കിതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഒരു സാധനം ആണ് ഒരു ചെറിയൊരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല, ബട്ട് ഞാൻ ചുമ്മാ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന തോന്നി. നമ്മൾ ഓണത്തിന് എന്തായാലും അത്യാവശ്യം നല്ലൊരു മേക്കപ്പ് ഒക്കെ വേണം. അപ്പോൾ ഒരു ഫൗണ്ടേഷനൊക്കെ ഇരിക്കുന്നത് അത്ര വലിയ കുഴപ്പമൊന്നുമുള്ള കാര്യമില്ല. അപ്പം ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ പോവാണ്. ഏത് ഫൗണ്ടേഷനൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം. ഏതെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ളതോ അല്ല നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ കൈ കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ അത്യാവശ്യം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് മുടി കെട്ടാൻ പോവാണ്. മുടി നമുക്ക് പല ടൈപ്പ് ഹെയർ സ്റ്റൈൽസൊക്കെ ചെയ്യും ഓണത്തിന്. സോ ഞാനിന്ന് കെട്ടാൻ പോകുന്നത് ഞാനെന്താ കെട്ടേണ്ടതെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. എന്താ പറയുക, ഇത് മേക്കപ്പ് നമുക്ക് കുറച്ച് ഞാനിപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ പറയാം. ഞാൻ കെട്ടാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ പോർഷൻ തിരിക്കാം. ഞാൻ ഫ്രണ്ടിലോട്ട് കുറച്ച് തേച്ചു. അതിനുശേഷം
അറിയാവുന്നൊരു മേക്കപ്പ് ആയിരിക്കും, മേ ബി എല്ലാവർക്കും അറിയാവുന്നൊരു മേക്കപ്പാണ്. ഇങ്ങനെ ഇട്ടില്ല എനിക്കൊരു സമാധാനമില്ല. ഇങ്ങനെ കെട്ടണോ അതോ ഇനി മുടിയും കൂടെ ഇങ്ങനെ പിന്നണോ എന്ന് ആലോചിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടി കെട്ടണോ അല്ലെങ്കിൽ മുടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ, അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇടാം. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണെഴുതുന്നതാണ്. കണ്ണെഴുതാണ് ഇതിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള കാര്യം. മാത്രമല്ല ഞാൻ കണ്ണെഴുതാം, വേറെ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ കണ്ണെഴുതുന്നതിൻ്റെ ഐലൈനറൊക്കെ ഏതും ആയിക്കോട്ടെ, പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കണ്ണെഴുതണമെങ്കിൽ നല്ലൊരു ബ്രഷാണ്. ഐലൈനറിൻ്റെ ബ്രഷിനാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് ചില ബ്രഷൊക്കെ എനിക്ക് അത്രയ്ക്കും നല്ല രീതിയിൽ വരത്തൊന്നുമില്ല, ഒരു ഒരു നല്ലൊരു രസം തോന്നത്തില്ല. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളത് ഈ ഡാസ്ലറുടെ ഒരു ബ്രഷ് എനിക്കിഷ്ടമാണ്. ഐലൈനറും നല്ലതാണ്. സോ അതുകൊണ്ട് ഞാൻ ഡാസ്ലർ വെച്ചിട്ടാണ് കണ്ണെഴുതുന്നത്. അപ്പോൾ നമുക്ക് കണ്ണെഴുതണ്ടേ. കണ്ണിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് കട്ടയായിട്ട് എഴുതി കൊടുക്കാം. വേണ്ട, നീല സാരിയാണ്. ഇതുകൊണ്ട് തീർന്നില്ല. കുറച്ച് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു നമ്മുടെ മേക്കപ്പ്. അപ്പോൾ നമ്മൾ മാറ്റാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മാറ്റാന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ലാസ്റ്റ് നമുക്ക് എന്തായിരുന്നുള്ള നമ്മുടെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാം ചെയ്യാം.